ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൈദരാബാദ് തന്നെയുള്ള കൊത്തൂർ എന്ന സ്ഥലത്തുള്ള വണ്ടി ഇതാ ലോഡ് കയറ്റാൻ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് കമ്പനി കയറ്റേണ്ടത്. നമ്മുടെ ഇതാണ് പോപ്കോൺ കയറ്റ. ഇത് അഗ്രോ ടെക് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ 2-3 വണ്ടി വേറെയും ലോഡ് കയറ്റാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്നുകൊണ്ട് നമ്മളെ വണ്ടി ഫസ്റ്റ് കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനിലേട്ടനും മറ്റുള്ള ഡ്രൈവറായിട്ട് ഇങ്ങനെ സംസാരത്തിലാണല്ലേ. എന്തെല്ലാം കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം തമ്മിൽ സംസാരിക്കാം. അല്ലേട്ടോ, ഓക്കെ അല്ലേ? ഗുഡ് അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് കമ്പനീൻ്റെ ഉൾഭാഗം. നമ്മളിവിടെ എവിടെയാണ് വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അതിലെ കൂടെയൊക്കെ നേരെ ബാക്ക് കയറ്റ് ചെയ്തത്. അപ്പോൾ ലോഡിങ്ങിൻ്റെ ടീമൊക്കെ ഇപ്പോൾ വരും ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ഫോണാണ്. അപ്പോൾ അത് ലോഡിങ് തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിലേക്ക്. അപ്പോൾ നമ്മുടെ ലോഡൊക്കെ റെഡിയായി. എന്നിട്ട് വണ്ടി ഇവിടെ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവർ ലോഡ് കയറ്റാൻ വേണ്ടി. അതേപോലെ വിജയവാഡയിലേക്കായിട്ട് പോകേണ്ട വണ്ടിയാണ്, തെലുങ്കാന വണ്ടി. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇനിയിപ്പം ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ വലിയൊരു പാറ എത്തിയിട്ട് കാണുന്നു. പണ്ടെപ്പോഴോ ഉരുണ്ട് വീണ് വന്നതെന്നറിയില്ല. ഇതാ വലിയൊരു പാറ കാണുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഈ പാറയുള്ള സ്ഥലം ഇവിടെ പൊളിച്ചിട്ട് വല്ല ബിൽഡിങ്ങൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിരപ്പാക്കിയതെന്നറിയില്ല. ഇതെങ്ങനെ ഇവിടെ ബാക്കിയായെന്നൊരു ഐഡിയ ഇല്ല. ഒരു വലിയ പാറ 2 ഉണ്ട്. ഇതേതായാലും കൊണ്ടുവന്നിട്ടതല്ല, കാണുമ്പോൾ ഇവിടെ ഉണ്ടായ ഒരു പാറ പോലെ തോന്നുന്നുണ്ട്. 2 പീസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു വെജ് ഫ്രൈഡ് റൈസിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി റെഡി ഉണ്ട്. നല്ല ഗരമാഗരം ചിക്കൻ ബിരിയാണി റെഡിയായി. അപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ്. ഇത് നോക്കിയിട്ട് ഒരു മരത്തിൻ്റെ വേര് ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ പോയിട്ട് ചുമരിൽ ആരും അറിയാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി പാമ്പെല്ലാം കയറിയ പോലെ കയറിയിട്ട് ചുമരിൻ്റെ പുറംഭാഗം പൊളിച്ചിട്ടാണ് ജനങ്ങൾ കാണുന്നുണ്ടാവും. എന്ത് എന്താ പറയാ, നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് കണ്ടതാ ഒരു ഇത്. ഇതും ഒരു പുതിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇതാ പുതിയ റെയിലെല്ലാം ഇടം വരെ എത്തിയിട്ടുണ്ട്. ഡബിൾ ലൈൻ ആക്കുന്നത്. അതിനിടയിൽ ഒരു ഗുഡ്സ് പഴയ ലൈനിലേക്ക് കൂടി പോകുന്നുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നുമുണ്ട്. ആന്ധ്രയിൽ രാത്രി ഫുൾ ഓടിയിട്ട് ഞാനാണ് വണ്ടി ഓടിച്ചത്. അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഡ്രൈവർ സീറ്റിൽ ആള് മാറി. മിസ്റ്റർ അനിൽകുമാർ ഗുഡ് മോർണിംഗ് ആക്കിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലതാ ആന്ധ്രയിലെ. നമ്മളിപ്പോൾ ആനന്ദപുരമൊക്കെ കഴിഞ്ഞ് ഒരു 50-60 കിലോമീറ്റർ ഈ ബാംഗ്ലൂർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇത് മുമ്പത്തെ വീഡിയോയിലെല്ലാം ഉണ്ട്. അടിപൊളി നല്ല സ്ട്രെയിറ്റ് റോഡും കണ്ടെത്താ ദൂരത്ത് വരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്. മല നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. നല്ല പച്ച കളറിൽ ഇങ്ങനെ വരുന്നുണ്ട്. പ്രകൃതി രമണീയമായിട്ടില്ല. ഈ ഭാഗത്തെല്ലാം മലകളുണ്ട്. അടിപൊളി. അപ്പൊ നമ്മളിപ്പോ ഹോസ്കോട്ട റോഡിലേക്ക് കയറിയിട്ടുണ്ട് ദേവനഹള്ളിയിൽ നിന്ന്. ഇനിയിപ്പോ ഈ റോഡ് ഇത് റിംഗ് റോഡാണ്, ബൈപ്പാസ് ഔട്ടർ റിംഗ് റോഡ്. പുതിയ റോഡുകൾ, പുതിയ ഇൻഡസ്ട്രിയൽ ഏരിയകൾ. ഇതാ വെൽക്കം ടു കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ റോഡ് ഫേസ് 2. അത് പുതിയ റോഡുകൾ, ഫുള്ള് പച്ചക്കറികൾ, പലതരത്തിലുള്ള പച്ചക്കറി. ഇതാ
ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല ഗോബി, കേബേജ് ഉണ്ട്, പല തരത്തിലുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് കരിമ്പ്, അവിടെ ചോളം, ഇവിടെ തക്കാളി, എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. ചെറിയ കുളയിലാക്കിയിട്ട് ഇത് കേബേജ്, കംപ്ലീറ്റ് കേബേജ് ചെയ്ത് നല്ല കേബേജിന്റെ പാട്ടൊക്കെ. മുട്ടക്കോസ് എന്താ കരിമ്പുണ്ട് അവിടെ കുറച്ച്. നല്ലൊരു ഹോസ്കോട്ട സൈഡിലൊരു പോണ്ടും പിന്നെ അതിനപ്പുറം തന്നെ ഒരു മീൻ പിടിക്കുന്നൊരു മീൻ വളർത്തുന്ന സ്ഥലം. ഈ ഭാഗത്ത് മുന്തിരികളുണ്ട്. മുന്തിരി, തക്കാളി, എല്ലാം. അനാറുണ്ടാ? നമ്മളിവിടെ ഒരു ടയറും കണ്ടെയ്നറൊക്കെ നോക്കാൻ വേണ്ടി വന്ന സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്ക് 4 ആൾക്കാരുണ്ട്. നല്ല അടിപൊളി. ഇതാ കോൺസായേ നല്ല ഉശിരിയുള്ള 2 ആൾക്കാർ കിടക്കുന്നുണ്ട്. 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. കട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. 2 ആൾക്കാർ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പം മാലൂർ എത്തിയിട്ടുണ്ട്. മാലൂർ പകൽ സമയത്താണ്ട് നല്ല തിരക്കുണ്ട്. വക്കീല് ഇങ്ങനെ വക്കീലുമാരൊക്കെ ഇങ്ങനെ റോഡ് മുറിച്ച് നടക്കുന്നുണ്ട്. അപ്പോ ഒരു വക്കീൽ അങ്ങ് കടന്നുപോയി, മെല്ലെ നടന്ന്, മറ്റുള്ളവരിലാണ് നടന്നത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാന്ന് തോന്നുന്നുണ്ട്, മാലൂർ ബസ് സ്റ്റാൻഡ്. ഇതാ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. അങ്ങോട്ടേക്ക് ഇവിടെ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അവരെ ഓട്ടോയിലേക്ക് കയറ്റിയിട്ടുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വണ്ടികൾ ആ പാലത്തിന്റെ മുകളിൽ ബ്ലോക്ക് ആവുന്നുണ്ട്. ഇത് മാലൂര് നമ്മുടെ റെയിൽവേന്റെ ആ പാലത്തിന്റെ മുകളിലാണുള്ളത്. ഏകദേശം നമ്മളിപ്പോ അവിടെ എത്താനായി. അതിനിടയിൽ ഇയാൾ കൊണ്ടുപോയി വണ്ടി നേരെ വെക്കാണ്ട് ഇവിടെ ഞാൻ വെച്ചിട്ട് ഇവിടെ താറിങ്ങിന്റെ പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ താറൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇവിടെ അതാണ് മാലൂർ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഇവിടുന്ന് ആ ജംഗ്ഷന്റെ റൈറ്റ് പോകണം. മസ്തി ബരിക്കയിലേക്ക് കൃഷ്ണഗിരിയിലേക്ക് നേരെ പോവാ. പക്ഷെ നമ്മളിവിടുന്ന് റൈറ്റാ പോവാ കൊസൂർ ഭാഗത്തേക്ക്. വലിയ പുട്ടിന്റെ കുറ്റിയുണ്ട് ഇവിടെ റോഡിൽ. 3 എണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാന്നറിയില്ല. എവിടത്തേക്കോ കൊണ്ടുപോകുന്നേ. ഈ പാലം കിടക്കാൻ കഴിയായിട്ട് ഇവിടെ വെച്ചാമോ? പാലക്കാടിലേക്ക്. എന്താ അവിടെ എന്താ 4 എണ്ണം ഉണ്ട്. വിക്ഷേപണമായിട്ടുണ്ട് എന്തെങ്കിലും. അതാ വലിയ പുട്ട് കുറ്റിയുണ്ട് ഇവിടെ. ഇതിലെ കടന്നു പോകുന്നു വിചാരിക്കാം. എന്താന്നറിയില്ല ഇവിടെ കൊണ്ടുവച്ചിന് ഇവര്. ഇവിടെയാണെങ്കിൽ പുതിയ റോഡിന്റെ പണി നടക്കുന്നുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ നടന്നു വരുന്നുണ്ട്. നല്ല പൊടിയും ഉണ്ട് ഈ ഭാഗത്ത്. ഒരുപാട് കാലം മോശമായി കിടന്ന കൂണ്ടും കുഴികളായി കിടന്ന റോഡിൽ കുറച്ച് അല്പ സമാധാനം ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ അത്യാവശ്യം പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ കുണ്ടും കുഴികളൊക്കെ പാച്ച് വർക്ക് ചെയ്തുകൊണ്ട്
കുറച്ച് സമാധാനത്തിൽ പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര കർഷകരുണ്ട്. ഇവിടെയൊക്കെ കണ്ട പേച്ചവർക്ക് ചെയ്തിട്ട് ചെറിയ വീടുകളൊക്കെ അവർ വിട്ടിട്ടുണ്ട്. വലുതൊക്കെ ഉണ്ട്, അല്ല വലുതൊക്കെ പേച്ചടിച്ചിട്ടുണ്ട്. എന്നാലും അവിടെയൊക്കെ ചെറിയ അവർ മിസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇവിടെയൊക്കെ കുഴിയുണ്ട്, എന്നാലും ഒരു സൈഡ് മാത്രം അടച്ചിട്ട് പോയിട്ട് മറ്റേ സൈഡ് അടക്കാം. ചിലപ്പോൾ ചെയ്തു പോയ ശേഷം ആയിരിക്കാം ഇവിടെയൊക്കെ ഇതാ അടച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ വലിയ കുഴികളായിരുന്നു ഞാൻ ഒരു 2-3 മാസം മുന്നേ വരുന്നവരെ. അപ്പൊ നമ്മളിപ്പോ കർണാടക തമിഴ്നാട് അതിർത്തി ബാഗേപ്പള്ളി ബാഗേപ്പള്ളി ഈ സ്ഥലത്തിന്റെ പേര് തന്നെ ബാഗേപ്പള്ളി അങ്ങനെ പോവാം. ഇവിടുന്ന് അങ്ങോട്ട് ദേവരപ്പള്ളി, ബെരിഗൈ, ആലൂരൊക്കെ പോകുന്ന റോഡാണ്. ബാഗൽകോട്ടെ അങ്ങനെ എന്തോ സ്ഥലത്തിന്റെ പേര്, അല്ല ബാഗൽപ്പള്ളി അങ്ങനെ എന്തോ സ്ഥലത്തിന്റെ പേര്. കന്നഡ നോക്കോ മനസ്സിലാവും. ക്ഷമിക്കണം, ഞാനിപ്പോ പറഞ്ഞ ബാഗൽപേട്ടയല്ല, ബാഗൽപ്പള്ളിയല്ല, ബാഗലൂർ എന്ന ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഞാൻ പോയി മാപ്പിൽ നോക്കി, അപ്പൊ ബാഗലൂർ എല്ലാം ഈ ബാഗ ഒരേപോലെ കൺഫ്യൂഷൻ ആവുന്ന പേരുകളാണ്. ഇത് ബാഗലൂർ, കർണാടക തമിഴ്നാട് ബോർഡർ. നല്ലൊരു ഗാർഡൻ പോലത്തെ ഒരു സ്ഥലമുണ്ട്. എന്താന്നറിയില്ല, വില്ല പ്രൊജക്റ്റ് എന്ന് തോന്നുന്നുണ്ട്. ചെറിയ ചെറിയ വീടുകളുണ്ട് ഇതിൽ. അതിന്റെ ഇപ്പുറം കുറെ റോസിന്റെ ചെടികൾ, ഗാർഡൻ. അങ്ങനെ നമ്മൾ റായ്ക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് പകൽ സമയത്ത് ഇതിലേക്ക് പോകുമ്പോ. റായ്ക്കോട്ടെ നമുക്ക് അവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ആ ജംഗ്ഷൻ നമ്മൾ റൈറ്റ് പോകണം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ എത്തും. ഇവിടെ കൃഷ്ണഗിരി ഭാഗത്തേക്ക് പോവാ. ശൂലഗിരി ലെഫ്റ്റ്, നേരെ കൃഷ്ണഗിരി. ഇവിടുന്ന് ഇന്നെന്തോ പാർട്ടി സമ്മേളനം ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ. ഏത് പാർട്ടിയാന്നറിയില്ല. ഈ കറുപ്പും ചോപ്പല്ലായിട്ടുള്ള DMKയോ അണ്ണാ DMKയോ അല്ല വിജയ് പാർട്ടിയോ ഏതാണെന്ന് മനസ്സിലാകുന്നില്ല കൊടി കണ്ടിട്ട്. അപ്പൊ നമ്മളെ അനിലേട്ടന് ഇതാ മാങ്ങയെല്ലാം വാങ്ങിട്ട് വരുന്നുണ്ട്. എവിടുന്നാന്ന് അറിയില്ല. ഇത് എവിടുന്നാ മാങ്ങ? ഓ അടിപൊളി, ഫ്രീയാ? എന്താ സംഭവം? അവർ പറിച്ചിട്ട് വരുന്നതാ? ആ, അതപ്പൊ അവിടെ 2 വണ്ടി ഇത് വെച്ചിട്ടുണ്ട്, മാങ്ങന്റെ വണ്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് കൊടുത്തന്നാ പറഞ്ഞത്. അപ്പുറം വെച്ചു. ഓക്കെ. അപ്പം ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം അനിലേട്ടൻ ഒരുപാട് സമയം ഡ്രൈവ് ചെയ്ത് ഏകദേശം ബോർഡറിന്റെ അപ്പുറം 300 കിലോമീറ്റർ അപ്പുറം മുതലേ ഇതാക്കി. ഇപ്പൊ നമ്മള് റായ്ക്കോട്ടെ കഴിഞ്ഞ് നമുക്ക് പോകേണ്ട സേലം വഴി നാമക്കൽ. ഇതെന്താ വിൽക്കുന്നത്? ഫ്രൂട്ട്സ് അല്ലേ? ഫ്രൂട്ട്സ്. ആലോചിക്കുന്നു നല്ല കളർ ഡ്രസ്. പച്ച കളർ, കിളിപ്പച്ച. നല്ലൊരു ഷർട്ട് തോന്നുന്നുണ്ട് അവിടെ. അടിപൊളി കളർ അല്ലേ, വെള്ളം കറുപ്പായിട്ട്. അപ്പൊ ഈ പാലക്കോട് റോഡിലെ ഒരു പാലം, ഇത് നല്ലൊരു പാലൊക്കെ പണിത് പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തിലേക്ക് കൂടിയാണ് നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കൃഷികളും പച്ചക്കറികളും എല്ലാം ഉണ്ട് ഇവിടെ. തെങ്ങിൻ തോപ്പുകള്, അങ്ങകലെ മലകള്, അതൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ്സ് ഇവിടെ ഉള്ളത്. കാലാവസ്ഥ കണ്ണിന് കുളിരേകുന്ന രീതിയിലുള്ള പ്രകൃതി രമണീയമായ സൗന്ദര്യമാണ് ഈ റോഡിന്റെ സൈഡിലുള്ള പ്രകൃതിക്കുള്ളത്. ഒരുപാട് കൃഷ്ണഗിരി പശുക്കളൊക്കെ ഇതാ ഇവിടെ. കൃഷ്ണഗിരി ജേഴ്സി ഒരുപാട് പശുക്കളുണ്ട്. വാട്ടർ ടാങ്ക് ചുളുങ്ങിപ്പോയില്ല കാലത്തത്, അല്ല അതിന് പീസ് വെച്ചതാ. അത് പൈപ്പാ? പൈപ്പ് അങ്ങനെ തോന്നല്ലേ. ഇവിടെ ലെഫ്റ്റ് പോയ പാലക്കാട്, പാലക്കോട് റൈറ്റ് പോയ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ ഇവിടെ ഇതുവഴി പോകാൻ പറ്റും. ഈ പാലത്തിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ, റൈറ്റ് പോയി കഴിഞ്ഞാൽ അതുപോലെ പെണ്ണാഗരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്.
ചിലപ്പോ പെണ്ണകരായിരിക്കും ഈ പെണ്ണാകരം എന്ന് എഴുതിയ പോലെ തോന്നിയത്. അപ്പൊ ഇവിടെയൊക്കെ ഗ്യാസ് ലൈനിന്റെ പൈപ്പ് ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്. ഗെയിലിന്റെ തോന്നുന്നുണ്ട്. റായിക്കോട്ടെ കഴിഞ്ഞാൽ പിന്നെ റോഡ് നല്ല എന്താ പറയാ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. സൂപ്പറായിട്ട് പണിയെല്ലാം കഴിഞ്ഞ് ധർമ്മപുരി വരെ നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ. ഇവിടെ പാലക്കോടുള്ള ഒരു ടോൾ ബൂത്ത് യൂസർ ഫ്രീ കളക്ഷൻ പോയിന്റ് എത്താനായി 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ആടുകളെ കൊണ്ടുപോകുന്ന മേയിച്ചുകൊണ്ട്. യൂസേഴ്സ് ഫീ ആണ്, ഫ്രീ അല്ല. ക്യാഷ് ഓൺലി, ലെഫ്റ്റ് കീപ്പ് ലെഫ്റ്റ് ചെയ്യാൻ മതി. അതായത് പൈസ കൊടുത്തതാക്കണ്ടാക്ക് ലെഫ്റ്റ് പോകാനാ പറയുന്നത്. അത് ഡബിൾ പൈസയാണല്ലോ പൈസ കൊടുക്കുമ്പോ. ഇതില്ലാണ്ടിപ്പോ നമ്മുടെ ഫാസ്റ്റ് ടാഗ്. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ് സ്ഥലത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത് ഇവര്? കരഗടഹള്ളി. കരഗടഹള്ളി. അതല്ലേ വണ്ടിക്ക് പോകേണ്ട കറക്റ്റ് സ്ഥലമാക്കി വെച്ചിരുന്നു ഇവര്. എന്തിനാകുമ്പോ ഇവര് സൈഡ് ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോലെ ഇങ്ങനെ ആകുമ്പോ ഇത്രയും കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാല് അത് വലിയ വണ്ടി പോകാൻ വേണ്ടിട്ട്, വീതിയുള്ള വണ്ടികളൊക്കെ പോകാൻ വേണ്ടിട്ടാണ്. നേരത്തെ കൊണ്ടുവന്ന മാങ്ങ അഞ്ചേട്ടൻ മുറിച്ച് വെക്കുന്നുണ്ട്. അടിപൊളി മാങ്ങാന്ന് പറഞ്ഞു. നല്ല പഴുപ്പുണ്ട്, മധുരണ്ടല്ലേ? ഇവിടെ ഗ്യാസ് നിറക്കാൻ വന്നതാണ്. അപ്പം ഇവിടെ പാർക്കിംഗ് ആണ് ട്രക്കിന്റെ. തൊപ്പൂര് എന്ന സ്ഥലത്ത്. അപ്പൊ പാർക്കിങ്ങില് ഉള്ള ഒരു കടയായത്. നോക്കും ഭയങ്കരമായ കട. അത്യാവശ്യം ഹോട്ടൽ ഐറ്റംസ് എല്ലാം ഉണ്ട് തോന്നുന്നു. പച്ചക്കറികളുണ്ട്. അപ്പോ നമ്മളൊരു സിലിണ്ടർ എക്സ്ചേഞ്ച് ചെയ്ത് നല്ല ഒരു ഇത് കാഴ്ചയുണ്ട്. മുന്തിരിന്റെ വള്ളികളിൽ നല്ല മുന്തിരി പിടിച്ചിട്ടുണ്ട്. കൊലകൾ ചെറിയ ചെറിയ പച്ച കളർ മുന്തിരികൾ. കുറെ മുന്തിരികളുണ്ട്. കൊലയായിട്ട് കിടക്കുന്നുണ്ട്. രണ്ട് നല്ല താറാവ്, വെള്ളത്താറാവുകള്. ബാത്തുകൾ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മള് ഇന്നലെ രാത്രി ഇവിടെ തൊപ്പൂർ പാർക്കിങ്ങിൽ വെച്ച് ഉറങ്ങിയത്. അപ്പൊ നാമക്കൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് രാവിലെ അവിടെ എത്തിയിട്ട്, ഇന്നലെ രാത്രി എത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് രാവിലെയാണ് ഇതിന്റെ ആവശ്യം. നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, നമ്മളൊരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഹൈദരാബാദിലായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ അത് ഹൈദരാബാദിൽ ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ നാമക്കലാണ് ഉള്ളതെന്ന് പറഞ്ഞങ്ങനെ. അതുകൊണ്ട് നമ്മൾ കൊച്ചിയിലേക്കുള്ള ട്രിപ്പ് എടുത്ത് നേരെ നാമക്കൽ വഴി പോകാനുള്ള പ്ലാനാ. അപ്പൊ ഇപ്പൊ നമ്മൾ തൊപ്പൂര് ഘാട്ടിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പം വിട്ട് കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കൊക്കെ കുറഞ്ഞ് നല്ല സമാധാനത്തിൽ പോകാലോ. അതാണ് നമ്മളെ പ്ലാന്. ഇനിയിപ്പോ അത് എത്രത്തോളം വിജയിക്കും അറിയില്ല, നോക്കാം. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. റോഡിന്റെ റോഡൊക്കെ വീതി കൂട്ടി എന്താ സ്വന്തം സ്ഥലമായ ഒരു ഭയങ്കര ഭംഗി. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് തൊപ്പൂര് വരുമ്പോ. ഓരോ വീഡിയോയിലും ഈ വഴികളിലെ തൊപ്പൂരിന്റെ ഈ പ്രകൃതി രമണീയം ഞാൻ കണ്ടു. പ്രകൃതി രമണീയം നമുക്ക് കാണിക്കാതെ പറ്റൂല. നമ്മളെ സ്വന്തം നാടല്ലേ. നമ്മ കാണിച്ച പിന്നെ ആരാ കാണിക്കട്ടെ? ഒരു ചാനൽ കൂടി വരുന്ന 3 വളഞ്ഞു. ഇതൊരു വളഞ്ഞ ഇത് കൊടി വളഞ്ഞില്ലല്ലോ. കാറ്റത്ത് വളഞ്ഞിട്ടുണ്ടാവും. അവര് വളക്കുന്ന കേട്ടോ. മെഷീൻ വളക്കുന്ന അവര് അഡ്ജസ്റ്റ്മെന്റ് വാല് വളക്കുന്നത്. നീളം കുറച്ചാൽ മതിയല്ലോ വണ്ടിയിലെ. അപ്പൊ അല്ല അതുകൊണ്ടല്ല, വളക്കുമ്പോ വണ്ടികളൊക്കെ വളക്കുന്ന സമയത്ത് പിന്നെ എന്താക്ക, പിന്നെ ബാക്ക് പോയിട്ട് വേറെ തട്ടില്ല. അതിനനുസരിച്ച് വളച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് തട്ടില്ല, അവർക്ക് കൺട്രോൾ എല്ലാം ഉണ്ട്. ബാക്ക് ഇതുണ്ട്. വെള്ളം ഇട്ടുന്ന ഐസാ കൊണ്ട് പോകുന്നത്. ഏത് വെള്ളം? മഴ പെയ്ത വെള്ളമായിരിക്കും അല്ലേ? കല്ല് കണ്ട കല്ല എന്താ സാധനം വണ്ടിന്റെ
സ്റ്റീൽ ഏതൊക്കെയോ വണ്ടികൾ നല്ല പ്രകൃതി രമണീയമായ നമ്മുടെ തൊപ്പൂരിന്റെ മലകൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ട് ഒരുപാട് കൃഷികളാണ് പറഞ്ഞോടുക്കുക ആൾക്കാർക്ക് ഇതെല്ലാം ഞാൻ ആൾക്കാരെ കട്ട് ചെയ്യും പറഞ്ഞോ പറയാണ്ട് വീഡിയോ എന്താ പറയല് ഇത് ഇതിനെ പറയാനില്ല പ്രകൃതിയുടെ ഈ മനോഹരത്തിനെ കാണുക മാത്രല്ലേ ഇവിടുത്തെ ആൾക്കാരില്ലേ കൃഷിയുടെ ഇടയിൽ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി നല്ല വൃത്തിയാക്കിട്ട് ഒരു കച്ചറയില്ല കൃഷിയുടെ ഇടന്നല്ല വീടിന്റെ ഇടം നോക്കിയാ മൊത്തം ക്ലീനാണ് പരമാവധി ക്ലീനിങ് പ്ലാസ്റ്റിക് ഒഴിവാക്കേണ്ടത് ഇവര് ഇതിനല്ല വാഴ കൃഷി ഇലക്ക് വേണ്ടി ഇല ഒരു മെയിൻ ഇലക്ക് ചെറിയ ചെറിയ ഇതാ ചെറിയ ടച്ച് വന്നിട്ടുണ്ട് ഹോട്ടലുണ്ട് തോന്നുന്നു കുറെ കടകളെല്ലാം സ്ഥലമുണ്ടല്ലോ വണ്ടിയൊക്കെ സ്ഥലമുണ്ട് പ്ലാനിങ് പൊട്ടി അത് ഇരുന്നതാ നടുവിൽ കുഴിയാണ്ട് വെള്ളം പിന്നെ ഇത്ര ലോഡ് വണ്ടി വെക്കുന്നല്ലേ. അപ്പൊ നമ്മളിവിടെ നാമക്കലില് അലൈൻമെന്റ് ശരിയാക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുള്ളത്. അപ്പൊ അലൈൻമെന്റിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഒരു ടയർ നമ്മൾ ഇവിടുന്ന് കച്ചവടാക്കിയിട്ടുണ്ട്. ഇവരുടെ അടുത്തുള്ളൊരു സെക്കൻഡ് ഹാൻഡ് ടയർ. അപ്പോൾ ഈ അകത്തുനിന്ന് വരുന്ന ടയർ അഴിച്ച് വേണം നമുക്ക് അവരുടെ ടയർ നമ്മുടെ ഈ ഡിസ്കിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അകത്തുള്ള ടയർ കുറച്ച് മോശമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണം എന്തായാലും. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഓണർ വണ്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അവർ നമ്മൾക്ക് ഈ വണ്ടിയിൽ നിന്ന് ഒരു ടയർ അഴിച്ചിട്ട് സെയിൽ ചെയ്ത്, അപ്പോൾ അയാൾ പറഞ്ഞു നല്ല ടയറാണെങ്കിൽ 3500, ഉള്ളിൽ പാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസ കുറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ടയർ അവിടെ നിന്ന് അഴിക്കുന്നുണ്ട്. ഇനി ഈ ടയർ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഡ്രമ്മിലേക്ക് നമുക്ക് ആ ടയർ കയറ്റണം. അപ്പോൾ അണ്ണൻ ഈ ടയർ കൊണ്ടുപോയിട്ട് ഇനി അത് ഈ ഡ്രമ്മിൽ നിന്ന് അഴിക്കണം. എന്നിട്ട് വേണം അവിടെ കിടക്കുന്ന ടയറിൽ നിന്ന് ആ ഡ്രമ്മും കൂടി അഴിച്ച് ഇതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നാമക്കൽ സേലം ബൈപ്പാസിലുള്ള പാലം നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. ഇതൊന്നും തളവില്ലാന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി കരിമ്പിൻ്റെ കൃഷി. ഇത് തീറ്റപ്പുല്ലാന്ന് തോന്നുന്നു. കരിമ്പല്ല അല്ലേ? കരിമ്പന്നെ. തീറ്റപ്പുല്ല്. അങ്ങനെ നമ്മൾ ടാറ്റ മോട്ടേഴ്സ്, നാമക്കലുള്ള ടാറ്റ മോട്ടേഴ്സിൽ വന്ന് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഉണ്ടായത്. അപ്പം ആഡ് ബ്ലൂ ഏകദേശം നമ്മൾ ഗോവയിൽ പോകുമ്പോൾ അടിച്ചതല്ലേ. ഇപ്പം ഏകദേശം നല്ലോണം ഒരു 2 കട്ട 3 കട്ടയുടെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് രണ്ടാമത് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ടാറ്റൻ്റെ വണ്ടി ആയതുകൊണ്ട് ടാറ്റൻ്റെ തന്നെ അടിക്കണം, നല്ല വാറണ്ടി കിട്ടും. അപ്പം അവർ കിലോമീറ്റർ എല്ലാം നോട്ട് ചെയ്ത് അവർ ഇതിൻ്റെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും ഒരുപാട് വണ്ടികൾ സർവീസിനും ഒരുപാട് ആക്സിഡൻ്റ് ആയ വണ്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ നാമക്കൽ. അങ്ങനെ നമ്മളിപ്പോൾ കരൂർന്ന് തെറ്റി ധാരാപുരം റോഡ്, പൊള്ളാച്ചി റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല പ്രകൃതിദത്തമായ പ്രകൃതിയുടെ എന്താ പറയുക രമണീയമായ സ്ഥലങ്ങൾ, പുഴകളിലൊക്കെ നല്ല പുല്ല് വളർന്നിട്ട് മൊത്തം ഇതായിട്ടുണ്ട്. നല്ലൊരു പാലം, നല്ലൊരു സീനറി. ഒരു ദർഗ ഉണ്ട് അവിടെ. ദർഗാന്ന് എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട് തമിഴിൽ. നല്ല റോഡുകളും വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. ധാരാപുരം 36 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. ഇപ്പം ഇവിടെ മേട്ടൂർ റോഡ് പോയ അതേ ഫീലിങ്. പുഴലൂർ, ധാരാപുരം 37, അറവാങ്കുറിച്ചി 12, നല്ല റോഡുകൾ. അപ്പം നമ്മൾ രണ്ടാമതും ഈ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്.
പിന്നെ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടുന്ന് നമ്മൾ അൺലോഡ് ചെയ്തിട്ടുണ്ട് വടുതലയിൽ. അപ്പോൾ ഇവിടെ തന്നെ അവർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ലോഡെല്ലാം ഇറക്കി തിരിച്ച് നമ്മൾ കൊച്ചിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ അരൂക്കുറ്റി പാലത്തിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. അപ്പോൾ അരൂക്കുറ്റി പാലത്തിന്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ തിരിച്ച് യാത്ര അടുത്ത റോഡിന് വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി, ശുഭദിനം.